2019 നടന്ന തട്ടിപ്പ്, ആ തട്ടിപ്പ് മറച്ചു പിടിക്കാനാണ് ഇത്രയും കാലം ശ്രമിച്ചത്. 2025 വീണ്ടും ഈ പോറ്റിയെ ക്ഷണിച്ചു വരുത്തിയത് അത് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അന്നുണ്ടായിരുന്ന പത്മകുമാർ ആണെങ്കിലും വാസു ആണെങ്കിലും ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്ത് ആണെങ്കിലും അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വാസവനാണെങ്കിലും ഇവർക്കൊക്കെ പങ്കാളിത്തമുള്ള ഒരു വലിയ കൊള്ളയാണ്, വലിയ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ, ആ നടപടികൾ ഇത്രയും അമാന്തമുണ്ടാകുന്നതിൻ്റെ കാരണം ഈ കേസ് മെല്ലെ തേഞ്ഞുമാഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ അന്വേഷണം CBI കേന്ദ്ര ഏജൻസി നടത്തിയാൽ മാത്രമേ നിഷ്പക്ഷമായിട്ടുള്ള നീതിപൂർവകമായിട്ടുള്ള അന്വേഷണം നടക്കുള്ളൂ എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം പോയിരുന്നു. പിന്നീട് സുഹൃത്തുക്കളിലേക്ക് പോകുന്നു. പിന്നീട് ഏറെ വൈകിയാണ് ഇത്തരത്തിൽ വാസുവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ കൃത്യമായി CPM നേതാക്കൾ പറയുന്ന MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു വളരെ കൃത്യമായി അന്വേഷണം നടക്കുന്നു, അന്വേഷണം നടക്കട്ടെ എന്നൊരു കാര്യമാണ്. ഈ വാസുവിൻ്റെ അറസ്റ്റ് കൃത്യമായി വൈകി എന്ന് തന്നെയല്ലേ തോന്നുന്നത്? അല്ല, ഇപ്പോൾ വാസുവിൻ്റെ അറസ്റ്റ് പോലും നടത്തേണ്ടി വന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പോലും നടത്തേണ്ടി വന്നത് മാധ്യമങ്ങളും വിശ്വാസികളും നടത്തിയിട്ടുള്ള പ്രക്ഷോഭവും ഭാരതീയ ജനതാ പാർട്ടി സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഇതൊരു ക്ഷേത്രമോഷണ കേസ് മാത്രമായിട്ട് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് ഈ അന്വേഷണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ മുഴുവൻ നടത്തിയത്. അത് നടക്കാതെ പോയത്, ഇപ്പോൾ വാസുവിൻ്റെ അറസ്റ്റ് പോലും ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു, ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞു? ഇത്രയും ദിവസം വൈകിപ്പിച്ചത് തന്നെ തെളിവുകൾ മാഞ്ഞു പോകാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. അതിനുള്ള സാധ്യത ഇപ്പോഴും ഞാൻ സംശയിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ കീഴിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നത് വരെ എത്തുന്നതിലൂടെ മാത്രമേ നീതി നിർവഹിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ, അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, BJP ആവശ്യപ്പെട്ടത്, ഈ കാര്യത്തിൽ CBIയുടെ അന്വേഷണം വേണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇതൊക്കെ നടന്നതിന് ശേഷം ഈ പ്രസിഡന്റിന് സമയം നീട്ടിക്കൊടുക്കാനുള്ള ശ്രമം നടന്നു. അപ്പോൾ സർക്കാർ ഇപ്പോഴും അവരുടെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അറസ്റ്റിലൂടെ ഞങ്ങൾ കള്ളന്മാരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദം, ആ വാദം ഒരിക്കലും വിലപ്പോകുന്ന വാദമല്ല.